മക്കളെ, ചെറുപയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ്. ആ ചെറുപയർ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി സിമ്പിളായിട്ടൊരു കറി ഉണ്ടാക്കാം. അത് കുട്ടികൾക്കൊക്കെ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതാണ് ആ കുട്ടികളെ ശരീരത്തിന്. അതിന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പ് കൊണ്ട് 1 കപ്പ് ചെറുപയറാണ്. ഈ ചെറുപയർ നമുക്കിനി ഒരു മണം വരുന്ന വരെ വറുത്തെടുക്കാം. അതിനു വേണ്ടി ഇതാ ചെറുപയർ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വറുത്തെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വറുക്കാതെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ വറുത്തുണ്ടാക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അതുകൊണ്ടാണ് വറുക്കുന്നത്. ചെറിയ തീയിൽ വറുത്താൽ മതി കേട്ടോ. നല്ല തീ വെച്ചാൽ വേഗം കരിയും ചെയ്യും, എന്നാൽ ചെറുപയറിൻ്റെ ഉള്ളു വേകൂല. ചെറിയ തീ വെക്കുമ്പോൾ ഉള്ളും വെന്ത് നല്ലതായിട്ട് നമുക്ക് വെന്ത് കിട്ടും. നിങ്ങൾ കറി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒന്ന് വറുത്തിട്ട് തന്നെ ഉണ്ടാക്കി നോക്കണേ മക്കളെ. ഇപ്പം നമ്മുടെ ചെറുപയർ ഇതാ വെന്ത് വന്നിട്ടുണ്ട്, ഒരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം ചെറുപയർ വെന്ത്, ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഈ ചെറുപയറിന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുക. എന്നിട്ട് വേണം ഇത് കഴുകിയെടുക്കാൻ കേട്ടോ മക്കളെ. നമ്മുടെ പയർ ചൂടാറിയിട്ട് ഇതേപോലെ ഞാൻ 2-3 വട്ടം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം കൂടി നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി നമുക്കിതിനേതായ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1 കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി 3-4 കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് വേകാൻ വേണ്ടിയിട്ട് ഒരു 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഏത് കപ്പിലാണോ പയറെടുത്തത് ആ കപ്പ് കൊണ്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ 1 കപ്പ് പയറിന് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഉപ്പൊന്നും ഇപ്പോൾ ഇട്ട് കൊടുക്കണില്ല. ഉപ്പ് ആദ്യം തന്നെ ഇട്ടാൽ ചെറുപയർ വേകൂല, അതുകൊണ്ട് നമുക്ക് വെന്ത് കഴിഞ്ഞിട്ടാണ് ഉപ്പിടേണ്ടത് കേട്ടോ. ഇതിന് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അടച്ചിട്ട് വെക്കാം. ഒരു 6 വിസിൽ വരുന്നവരെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പം മക്കളെ, നമ്മുടെ ചെറുപയർ വെന്ത് 6 വിസിൽ വന്ന് അങ്ങനെ വെച്ച് അതിൻ്റെ ഗ്യാസൊക്കെ പോയിട്ട് ഇനി തുറക്കാനായിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അയ്യവാ, കണ്ടില്ലേ വെന്തിരിക്കണത്? ഇങ്ങനെ വേണം വേകാൻ. ഇനി നമുക്കിത് ഒന്നുകൂടി ഉടച്ചു കൊടുക്കണം. അതിന് വേണ്ടി ഞാനിതാ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങിയാൽ ഞാൻ ഇത് കൊണ്ടാണ് ഉടയ്ക്കണത്. ആ സാധനം എടുത്തിട്ടുണ്ട് ഉടയ്ക്കാൻ. അത് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചെടുക്കാം. അതിൻ്റെ തക്കാളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരട്ടെ. ഇത് കണ്ടില്ലേ മക്കളെ, ഞാൻ ഇതേപോലെ ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക്, ഞാനിതിൽ ഉപ്പിട്ടിട്ടില്ല, ഇനി നമുക്കിതിൽ ഉപ്പിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ എൻ്റെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് കലക്കിയെടുക്കാം. ഉപ്പിൻ്റെ അളവ് പറയുന്നില്ല കേട്ടോ. ഉപ്പിൻ്റെ അളവ് പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോവും, ചിലപ്പോൾ കുറഞ്ഞു പോകും. അപ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ. ഞാനിപ്പോൾ ഇതാ ഉപ്പൊക്കെ ചേർന്ന് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. മക്കളെ, നിങ്ങൾക്ക് ഈ കറിക്ക് ഇത്രയും കട്ടി വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അത് നിങ്ങൾക്ക് എത്രയാണോ ലൂസാക്കണം അത്ര നമുക്ക് ഇളക്കിയിട്ട് ലൂസാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ടത് ഒരു താളിപ്പാണ്. അതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെക്കുകയാണ്. ഈ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വന്നാൽ 1 ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുക.
അതോടൊപ്പം തന്നെ 1 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം പറഞ്ഞാൽ വലിയ ജീരകമാണ് കേട്ടോ, പെരുംജീരകം. ഇനി അതൊക്കെ പൊട്ടി പൊരിഞ്ഞ് വന്നാൽ 3 വറ്റൽമുളക് മുറിച്ചതിട്ട് കൊടുക്കുക. അതും ഒന്ന് പൊരിഞ്ഞ് വരട്ട്. ഇപ്പം നമ്മുടെ ജീരകവും മുളകും പൊരിഞ്ഞ് വന്നാൽ ചെറിയ ഉള്ളി ഒരു 50 ഗ്രാം കീറിയത് ഇട്ട് കൊടുക്കാം. കീറിയത് പറഞ്ഞാൽ ഇനി അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ ഉള്ളി ഇനി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ട്. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവണ്ട, ഇങ്ങനെ വഴണ്ടാൽ മതി. ഇനി നമുക്കിതിൽ പൊടികൾ ഇട്ട് കൊടുക്കണം. തീ ഓഫാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. തീ കെടുത്തിയത് എന്തിനാന്ന് ചോദിച്ചാൽ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളിയുടെയും എണ്ണയിലും ചൂടിൽ ഇതിൻ്റെ മസാലയുള്ള പച്ചമണമൊക്കെ മാറട്ടെ. ഇനി നമുക്കിതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനങ്ങോട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിത് ഇച്ചിരി കട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, അതാണ് ഞാനിതിൽ വെള്ളമൊന്നും ഒഴിച്ച് ലൂസാക്കിയിട്ടില്ല. കണ്ടില്ലേ, ഈ കട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതാ മക്കളെ, ഇത് ഞാനിപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതാ ഇതുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. കരിവേപ്പില ആ ചൂടിൽ കിടന്ന് വെന്ത് കറിയിൽ മണമൊക്കെ ഇറങ്ങി വന്നോട്ടെ. ഇനി ഇതിനെ ഒരു തള വരുന്നവരെ തിളപ്പിച്ചെടുക്കുക. മക്കളെ, ഇനി നിങ്ങൾക്ക് ഈ കറിയിൽ ലൂസൊക്കെ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. ഈ സമയത്താണ് ലൂസാക്കി എടുക്കുന്നത്. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ കറിയിൽ ഒരു തള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി ഒന്ന് മിസ്സാക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറുപയർ കറിയുടെ പണി. കണ്ടില്ലേ? മക്കളെ, ഇത് എല്ലാവരും ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. എല്ലാവരുടെ വീട്ടിലും ചെറുപയർ വാങ്ങുമല്ലോ. അപ്പോൾ ഇത് ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.